ഹരിശ്രീഗണപതായ നമഃ. വിഘ്നമസ്തു. ഓം ഗും ഗുരുഭ്യോ നമഃ. ശുക്ലംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകികോകിലം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസന്തകം മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം മാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ശ്രീമദ് വാൽമീകി രാമായണം ദ്വിതീയ സർഗ. ബ്രഹ്മാഗമനം. നാരദസ്യ തു തദ്വാക്യം ശ്രുത്വാ വാക്യവിശാരദാം പൂജയാമാസ ധർമാത്മാ സഹ ശിഷ്യോ മഹാമുനിം. യഥാവത് പൂജിതസ്തേന ദേവർഷിർനാരദസ്തദാം അപൃച്ഛൈവാഭ്യനുജ്ഞാത സജഗാമ വിഹായസം. സമുഹൂർത്തം ഗതേ തസ്മിൻ ദേവലോകം മുനിസ്തദാം ജഗാമ തമസാതീരം ജാനവ്യാസ്തു വിദൂരതാം. സതുതീരം സമാസാദ്യ തമസായാ മുനിസ്തദാം ശിഷ്യമാഹസിതം പാർശ്വേ ദൃഷ്ട്വാ തീർത്ഥമകർദമം. അകർദമമിദം തീർത്ഥം ഭരദ്വാജ നിശാമയ രമണീയം പ്രസന്നാംബൂ സന്മനുഷ്യമനോ യഥാ. ന്യസ്യതാം കലശസ്താദീയതാം വൽക്കലം മമ ഇദമേവാഗാഹിഷ്യേ തമസാ തീർത്ഥമുത്തമം. ഏവമുക്തോ ഭരദ്വാജോ വാൽമീകേന മഹാത്മനാ പ്രായച്ഛത മുനസ്തസ്യ വൽക്കലം നിയതോ ഗുരു. സശിഷ്യഹസ്തദാദായ വൽക്കലം നിയതേന്ദ്രിയാം വിചചാരഃ പശ്യംസ്തത് സർവതോ വിപുലം വനം. തസ്യാഭ്യാസേതു മിഥുനം ചരന്തമനപായിനം ദദർശ ഭഗവാൻ സത്ര ക്രൗഞ്ചേയോശ്ചാരു നിസ്വനം. തസ്മാത്തു മിഥുനാദേകം പുമാംസം പാപനിശ്ചയാം ജഘാന വൈരനിലയോ നിഷാദസ്തസ്യ പശ്യതാം. തം ശോണിതം പരീരാംഗം വേഷ്ടമാനം മഹീതലേ ഭാര്യാദുദിഹതം ദൃഷ്ട്വാ രുരാവക്കരുണാം ഗിരം. വിയുക്ത പതിനാതേന ദ്വിജേന സഹചാരിണാം തമ്രശീർഷേണ മത്തേന പത്രിണാ ചഹിതേന വൈ. തഥാവിധം ദ്വിജം ദൃഷ്ട്വാ നിഷാദേന നിപാതിതം ഋഷേ ധർമാമനസ്തസ്യ കാരുണ്യം സമപദ്യതാം. തദകർണവേദിദ്വാം ദധർമോയമിതി ദ്വിജാം നിശാമരുദതിം ക്രൗഞ്ചം ഈമിദം വചനമബ്രവീത്. മാനിഷാദ പ്രതിഷ്ഠാം ത്വമഗമഃ ശാശ്വതീ സമ. യത്ക്രൗഞ്ചമിഥുനാദേകം അവധി കാമമോഹിതം. മാനിഷാദ പ്രതിഷ്ഠാം ത്വമഗമഃ ശാശ്വതീ സമ. യത്ക്രൗഞ്ചമിഥുനാദേകമവധി കാമമോഹിതം. മാനിഷാദ പ്രതിഷ്ഠാം ത്വമഗമഃ ശാശ്വതീ സമ. യത്ക്രൗഞ്ചമിഥുനാദേകമവധി കാമമോഹിതം. തസ്യേവം ബ്രൂവിതശ്ചിന്താ ബഭൂവ ഹൃദി വീക്ഷതാം. ശോകാർത്തേനാസ്യ ശകുനേ കിമിദം വ്യാഹൃതം മയാം. ചിന്തയൻ സ മഹാപ്രാജ്ഞശ്ചകാരമതിമന്മതിം ശിഷ്യം ചൈവാബ്രവീദ്വാക്യമിദം സ മുനിപുംഗവാം. പാദബദ്ധോക്ഷരസ്തമത്തന്ത്രീലയ സമന്വിതാം. ശോകാർത്തസ്യ പ്രവൃത്തോ മേശോ ശ്ലോകോ ഭവതു നാന്യതാം. ശിഷ്യസ്തു തസ്യ ബ്രൂവദോ മുനേർവാക്യമനുത്തമം. പ്രതിജഗ്രാഹ സംഹൃഷ്ടസ്തസ്യ തുഷ്ടോ ഭവദ്ഗുരു. സോഭിഷേകം തദകൃത്വാ തീർത്ഥേം തസ്മിൻ യഥാവിധി തമേവ ചിന്തയന്നർത്ഥമുപവാർത്തഥ വൈ മുനി.
ഭരദ്വാജസ്തതശിഷ്യോ വിനീതശ്രുതവാൻ ഗുരോ കലശം പൂർണ്ണമാദായ പൃഷ്ടതോനുജഗാമഃ സപ്രവിശ്യാശ്രമപദം ശിഷ്യേന സഹധർമ്മമിം ഉപവിഷ്ടകഥാശ്ചാന്യാശ്ചകാരധ്യാനമാസ്ഥിതം ആജഗാമ തതോ ബ്രഹ്മാലോകകർത്താ സ്വയം പ്രഭും ചതുർമുഖോ മഹാതേജ ദ്രഷ്ടും തം മുനിപുംഗവം വാൽമീകിരഥം ദൃഷ്ട്വാ സഹസോദ്ധായ വഗ്യതാം പ്രാഞ്ജലി പ്രണതോ ഭൂത്വാ തസ്ഥോ പരമവിസ്മിതം പൂജയാമാസ തം ദേവം പാദ്യാർഘ്യാസനവന്ദനേ പ്രണമ്യ വിധിവച്ചൈനം പൃഷ്ട്വാ ചൈവാപ്യനാമയം അഥോപവിശ്യ ഭഗവാനാസനേ പരമാർച്ചിതേ വാൽമീകയേ ചർഷയേ സന്ധിദേശാസനം തദാം ബ്രഹ്മണാ സമനുജ്ഞാത സോപ്യുക്വാ വിശദാസനേ ഉപവിഷ്ടേ തസ്മിൻ സാക്ഷാൽ ലോകപിതാമഹേ തദ്ഗതേനൈവ മനസാ വാൽമീകിർധ്യാനമാസ്ഥിതം പാപാത്മനാ കൃതം കഷ്ടം വൈരഗ്രഹണബുദ്ധിനാം യസ്താദൃശം ചാരുരവം ക്രൗഞ്ചം ഹന്യാദകാരണം ശോചന്നേവ മുഹുർക്കൗഞ്ചീമുപശ്ലോകമിമം പുനാം ജഗാവന്തർഗതമനാ ഭൂത്വാ ശോകപരായണ തമുവാദതോ ബ്രഹ്മ പ്രഹസ്യ മുനിപുംഗവം ശ്ലോക ഏവ ത്വയാ ബദ്ധോ നാത്ര കാര്യാ വിചാരണാം മച്ഛന്ദാലേവ തേ ബ്രഹ്മൻ പ്രവൃത്തേയം സരസ്വതി രാമസ്യ ചരിതം കൃഷ്ണം ഗുരുത്വമൃഷി സത്തമാം ധർമാത്മനോ ഗുണവദോ ലോകേ രാമസ്യ ധീമതാം വൃത്തം കഥയ വീര്യസ്യ യഥാ തേനാരദാശ്രുതം രഹസ്യം ച പ്രകാശം ച യദ്വൃത്തം തസ്യ ധീമതാം രാമസ്യ സൗമിത്രേ രക്ഷസാനാം ച സർവശാം വൈദേഹ്യാശ്ചൈവ യദ്വൃത്തം പ്രകാശം യദിവാരഃ യച്ഛാപി വിദിതം സർവം വിദിതം തേ ഭവിഷ്യതി ന തേ വാഗനൃതാകാവേ കാചിദത്ര ഭവിഷ്യതി കുരു രാമകഥാം പുണ്യാം ശ്ലോകവത്ഥാം മനോരമാം യാവസ്ഥാസ്യന്തി ഗിരയഃ സരിതശ്ച മയീതലേ താവത് രാമായണ കഥാ ലോകേഷു പ്രചരിഷ്യതി യാവത് രാമായണ കഥാ തത്കൃതാ പ്രചരിഷ്യതി താവതോ ത്വമതശ്ചത്വം മല്ലാകേഷു നിവസ്യസി ഇത്യുക്താ ഭഗവാൻ ബ്രഹ്മ തത്രൈവ അന്തരധീയത തതഃ സ ശിഷ്യോ ഭഗവാൻ മുനിർവിസ്മയമായയോ തസ്യ ശിഷ്യാ സദസ്സർവേ ജഗുശ്ലോകമിമം പുരം മുഹുർമുഹു പ്രിയമാണാ പ്രാഹുശ്ച ഭ്രമവിസ്മിതാം സമാക്ഷരൈ ചതുർഭിര്യ പാദൈർഗീതോ മഹർഷിണാം സോനുവ്യാഹരണയാദ്ഭൂതാ ശ്ലോകാത്വമാഗതാം തസ്യ ബുദ്ധീരിയം ജാതാ വാൽമീകിർഭാവിതാത്മനാം കൃഷ്ണം രാമായണം കാവ്യമീദൃശേ കരവണ്യഹം ഉദാരവൃദ്ധാർത്ഥപദൈർമനോരമേസ്തതസ്സ രാമസ്യ ചകാര കീർത്തിമാൻ സമാക്ഷരേ ശ്ലോകധരൈശസിനോ യശസ്കരംഗാവിമുദാരധിർമുനീം തദുപഗത സമാസന്ധിയോഗം സമമധുരോപനാദാർത്ഥവാക്യബദ്ധം രഘുവരചരിതം മുനിപ്രണീതം ദശഗിരസശ്ച പഥം നിശാമയധ്വം ഇത്യാശേ ശ്രീമദ് രാമായണേ വാൽമീകി ആദികാവ്യേ ചതുർവിംശതി സഹസ്രികായാം സംഹിതായാം ബാലകാണ്ഡേ ബ്രഹ്മാഗമനം നാമ ദ്വിതീയ സർഗ സർവത്ര ദേവീ നാമ സങ്കീർത്തനം ജയ ജയ ശ്രീ മഹാദേവ്യേ നമഃ. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. അതാ തൃതീയ സർഗ കാവ്യസംക്ഷേപം ശ്രുത്വാ വസ്തു സമഗ്രം തദ്ധർമാത്മാധർമ്മസംഹിതം വ്യക്തമന്വേഷതേ ഭൂയോ യദ്വൃത്തം തസ്യ ധീമതാം ഉപസ്പൃശ്യോദകം സമ്യക് മുനിസ്തിത്വാ കൃതാഞ്ജലിം പ്രാചീനാഗ്രേഷു ദർഭേഷു ധർമ്മേണോപേക്ഷതേ ഗതിം രാമലക്ഷ്മണസീതാഭിരാജ്ഞാ ദശരഥേന ച സഭാര്യേണ സരാഷ്ട്രേണ യത് പ്രാപ്തം തത്ര തത്വതാം ഹസിതം ഭാഷിതം ചൈവ ഗതിര്യായച്ഛതേഷിതം തത്സർവം ധർമ്മവീര്യേണ യഥാവത് സംപ്രപശ്യതി ശ്രീതൃതീയേന ച തഥാ യത് പ്രാപ്തം ജരദാവനേ സത്യസന്ധേന രാമേണ തത്സർവം ചാന്യവൈക്ഷതാം തദപശ്യതി ധർമാത്മാ തത്സർവം യോഗമാസ്ഥിതാം പുരാ യത്ര നിർവൃത്തം പാണാവമലകം യഥാം പുരാ യത്ര നിർവൃത്തം പാണാവാം അമലകം യഥാം തത്സർവം തത്വതോ ദൃഷ്ട്വാ ധർമ്മേണ സമഹാദിതി അഭിരാമസ്യ രാമസ്യ ചരിതം കർത്തുമുദ്യതാം കാമാർത്ഥഗുണസംയുക്തം ധർമാർത്ഥഗുണവിസ്തരം സമുദ്രവിവരത്നാഢ്യം സർവശ്രുതി മനോഹരം
സ യഥാകഥിതം പൂർവം നാരദേന മഹർഷിണാം രഘുവംശസ്യ ചരിതം ചകാര ഭഗവാൻ ഋഷി ജന്മരാമസ്യ സുമദ്വീര്യം സർവാനുകൂലതാം ലോകസ്യ പ്രിയതാം ശാന്തിം സൗമ്യതാം സത്യശീലതാം നാനാചിത്രകഥാശ്ചാന്യ വിശ്വാമിത്ര സമാഗമേ ജാനക്യാസ്യ വിവാഹം ച ധനുഷശ്ച വിഭേദനം രാമവിവാദം ച ഗുണാൻ ദാശരഥേസ്തതാം തഥാ രാമാഭിഷേകം ച കൈകേയ്യാ ദുഷ്ടഭാവതാം വിഘാതം ചാഭിഷേകസ്യ രാമസ്യ വിവാസനം ശോകവിലാപം ച പരലോകസ്യ ചാശ്രയം പ്രകൃതീനാം വിഷാദം ച പ്രകൃതീനാം വിസർജനം നിഷാദാദിവസംവാദം സൂതോപാവർത്തനം തഥാ ഗംഗായാശ്ചാഭിസംധാരം ഭരദ്വാജസ്യ ദർശനം ഭരദ്വാജാഭ്യർജ്ഞാ ചിത്രകൂടസ്യ ദർശനം വസ്തുകർമ്മനിവേശം ച ഭരതാഗമനം തഥാ പ്രസാദനം ച രാമസ്യ പിതുശ്ച സലിലക്രിയം പാദുകാഗ്രായാഭിഷേകം ച നന്ദീഗ്രാമനിവാസനം ദണ്ഡകാരണ്യഗമനം വിരാതസ്യ വധം തഥാ ദർശനം ശരഭംഗസ്യ സുധിഷ്ണേന സമാഗതം അനസൂയാ സഹസ്യാം ച അംഗരാഗസ്യ ചാർപ്പണം ദർശനം ച അഗസ്ത്യസ്യ ധനുഷഗ്രഹണം തഥാ ശൂർപ്പണഖ്യാസ്യ സംവാദം വിരൂപകരണം തഥാ വധം ഖരതൃശിരസോ ഉത്ഥാനം രാവണസ്യ ച മാരീചസ്യ വധം ചൈവ വൈദേഹ്യഹരണം തഥാ രാഘവസ്യ വിലാപം ച ഗൃധ്രരാജനിബർഹണം കബന്ധദർശനം ചൈവ പമ്പായാശ്ചാദിദർശനം ശബരീദർശനം ചൈവ ഹനുമദ്ദർശനം തഥാ വിലാപം ചൈവ പമ്പായാം രാഘവസ്യ മഹാത്മന ഋഷ്യമൂകസ്യ ഗമനം സുഗ്രീവേണ സമാഗം പ്രത്യയോത്പാദനം സഖ്യം വാലീ സുഗ്രീവ വിഗ്രഹം വാലീ പ്രമഥനം ചൈവ സുഗ്രീവ പ്രതിപാദനം താരാവിലാപം സമയം വർഷരാത്രിനിവാസനം കോപം രാഘവസിംഹസ്യ ബലനാമോത്മസംഗ്രഹം ദിശപ്രസ്ഥാപനം ചൈവ പൃഥ്വീവ്യാശ്ച നിവേദനം അങ്കുലീയഗദാനം ച ഋക്ഷസ്യ ബലദർശനം പ്രായോപവേശനം ചാപി സംവാദേശ്ചൈവ ദർശനം പർവ്വതാരോഹണം ചൈവ സാഗരസ്യ ജലംഘനം സമുദ്രവചനാക്ഷൈവ മൈനാക്യസ്യാവിദർശനം രാക്ഷസീദർജനം ചൈവ ഛായാഗ്രാഹസ്യ ദർശനം സിംഹയായാശ്ച സിംഹദനം ലങ്കാമലയദർശനം രാത്രോ ലങ്കപ്രവേശം ച ഏകസ്യാഥ വിചിന്തനം ആപാനഭൂമിഗമനം അവരോധസ്യ ദർശനം ദർശനം രാവണസ്യാപി പുഷ്പകസ്യ ദർശനം അശോകവനികായാനാം ച സീതയാശ്ചാവിദർശനം അവിജ്ഞാനപ്രധാനം ച സീതയാശ്ചാവിഭാഷണം രാക്ഷസീദർജനം ചൈവ ത്രിജടാ സ്വപ്നദർശനം മണിപ്രധാനം സീതായ വൃഷഭംഗം തഥൈവജാം രാക്ഷസീ വിദ്രവം ചൈവ കിങ്കരാണാം നിബർഹണം ഗ്രഹണം വായുസൂനോശ്ച ലങ്കാദാഹാഭീർജനം പ്രതിപ്ലവനമേവാധമധൂനാം ഹരണം തഥാ രാഘവാശ്വാസനം ചൈവ മണിനിര്യാതനം തഥാ സംഗമം ച സമുദ്രേണ നലസേതോശ്ച വന്ദനം പ്രതാരം ച സമുദ്രസ്യ രാത്രോ ലങ്കാവരോധനം വിഭീഷണേന സംസർഗം വധോവായ നിവേദനം കുംഭകർണസ്യ നിധനം മേഘനാദനിബർഹണം രാവണസ്യ വിനാശം ച സീതാമാപ്തിവരേ പുനേ പുരേ വിഭീഷണാഭിഷേകം ച പുഷ്പകസ്യ നിവേദനം അയോധ്യയാശ്ച ഗമനം ഭരതേന സമാഗമം രാമാഭിഷേകാഭ്യുദയം സർവസൈന്യവിസർജനം സ്വരാജ്യരഞ്ജനം ചൈവ വൈദേഹ്യാശ്ച വിസർജനം അനാഗതം യത്കിഞ്ചിത് രാമസ്യ വസുധാതലേ തച്ചേകാരോത്തരേ കാവ്യേ വാൽമീകിർ ഭഗവാൻ ഋഷി ഇത്യാശേ ശ്രീമദ് രാമായണേ വാൽമീകേ ആദികാവ്യേ ചതുർവംശതി സഹസ്രികായാം സംഹിതായാം ബാലകാണ്ഡേ കാവ്യസംക്ഷേപോ നാമ തൃതീയ സർഗ സർവത്ര ദേവീ നാമ സങ്കീർത്തനം ജയ ജയ ശ്രീ മഹാദേവേ നമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. അഥ ചതുർത്ഥ സർഗ. പ്രാപ്തരാജസ്യ രാമസ്യ വാൽമീകിർഭഗവാൻ ഋഷീം ചകാരസഹിതം ചരിതം കൃഷ്ണം വിചിത്രപദമർത്ഥവൻ ചതുർവിംശസഹസ്രാണി ശ്ലോകാനാമുക്തവാൻ ഋഷീം തഥാ സർഗശതാൻ പഞ്ച ഷട്കാഞ്ചാനി തഥോത്തരം കൃത്വാതു തന്മഹാപ്രാജ്ഞ സഭവിഷ്യം സഹോത്തരം ചിന്തയാമാസ ഗോനെ ത്വം പ്രയുഞ്ജീയാദിതി പ്രഭും തസ്യ ചിന്തീയമാനസ്യ മഹർഷേർഭാവിതാത്മനാം അനുഗൃഹീതാൻ തദപ്പാദോ മുനിവേഷോ കുശീലവോ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ തസ്യ ചിന്തയമാനസ്യ മഹർഷേർഭാവിതാത്മനാം അഗൃഹീതാം തദപ്പാദോ മുനിവേഷോ കുശീലവോ തു ധർമാത്മാ രാജപുത്രോ യശസ്വിനോ ഭ്രാതരോ സരസമ്പന്നോ ദദർശ ആശ്രമവാസിനോ സതു മേധാവിനോ ദൃഷ്ടാ വേദേഷു പരിനിഷ്ഠിതോ വേദോപബൃഹണാർത്ഥായ തവഗ്രാഹയത പ്രഭും
കാവ്യം രാമായണം കൃഷ്ണം സീതായാശ്ചരിതം പൗലോസ്ത്യവദമിത്യേവച്ചകാരച്ചരിതവ്രതം പാഠ്യേജ മധുരം പ്രണാമൈസ്തിഭിരഞ്ജിതം ജാതിവിസപ്തനിർഭിതം തന്ത്രീലയഹമന്വിതം രസൈ ശൃംഗാരകരുണ ഹാസ്യരൗദ്രഭയാനകയും വിരാതിഭിശ്ച സംയുക്തം കാവ്യമേതദഗായതം തൗതു ഗാന്ധർവതജ്ഞോ മൂർച്ഛനാ സ്ഥാനഗോവിദോ ഭ്രാതരോസുരസമ്പന്നാവശ്യനാ വിവരൂപിണോ രൂപലക്ഷണ സമ്പന്നോ മധുരസ്വരഭാഷിണോ ബിംബാദിബോധിതോ ബിംബോ രാമദേഹത്തദാവരോ തൗരാജപുത്രോ കർസേന ധർമാഖ്യാനമനുത്തമം മാജോ വിധേയം തത്സർവം കൃത്വാ കാവ്യമനിന്ദിതോ ഋഷീണാം ച ദിജാദീനാം സാധൂനാം ച സമാഗമേ യഥോപദേശം തത്വജ്ഞോ ജഗദുസ്തൗ സമാഹിതോ മഹാത്മാനോ മഹാഭാഗോ സർവലക്ഷണലക്ഷിതോ തൗ കദാചിത് സമേതാനാം ഋഷീണാം ഭാവിതാത്മനാം ആസീനാനാം സമീപസ്ഥാവിദം കാവ്യമഗായതം തത്ശ്രുത്വാ മനയഃ സർവേ ബാഷ്പപര്യാങ്കുലേക്ഷണം സാധു സ്വാധീതാവൂരു പരം വിസ്മയമാഗതാം തേ പ്രീതമനസാ സർവേ മുനയോ ധർമ്മവത്സലാം പ്രശസ്തവ്യോ ഗായന്തോ കുശീലവോ അഹോ ഗീതസ്യ മാധുര്യം ശ്ലോകാനാം ച വിശേഷതാം ചിരനിർവൃത്തമപ്യേതം പ്രത്യക്ഷമിവ ദർശിതം പ്രവിശ്യത്താഉഭോ സൃഷ്ടു യഥാ ഭാവമഗായതം സഹിതൗ മധുരം രക്തം സമ്പന്നം ദർശൻ പദാം ഏവം പ്രശസ്ത്യമാനോദൈ തവ ശ്ലാഘ്യേർമഹർഷിഭിം സംരക്തതരമത്യർത്ഥം മധുരം താവകായതം പ്രീതക്കച്ചിം മുനിഷ്ടാഭ്യാമുത്ഥിതക്കലശം ദദോ പ്രസന്നോ വൽക്കലം ഗച്ചിദ്ദദോ താഭ്യാം മഹായശാം അന്യകൃഷ്ണാചിരം പ്രാതാൻ മൗഞ്ജീമന്യോ മഹാമുനി കച്ചിത് കമണ്ഡലം പ്രാദ്യാജ്ഞസൂത്രമധാപരം ഔദുംബരിം ബ്രസീമന്യോ ജപമാലാമധാപരം ബ്രസീമന്യസ്തദാ പ്രാതാൻ കൗവീനപരോ മുനി താഭ്യാം ദദോ തദാ ഹൃഷ്ടകുഠാരമപരോ മുനി കാഷായമപരോ വസ്ത്രം ചിരമന്യോ ദദോ മുനി ജടാവന്ദനമന്യസ്തു കാഷ്ടരജ്ജും മുദാഗ്നിതാം യജ്ഞഭാണ്ഡ്യവൃഷി കശ്ചിത് കാഷ്ടഭാരം ദദാവരം ആയുഷ്യമപരേ പ്രാഹുർമുദാ തത്ര മഹർഷയ ദദുശ്ചൈവ വരാൻ സർവേ മുനയഃ സത്യവാദിനാം ആശ്ചര്യമിതമാഖ്യാനം മുനിനാ സംപ്രകീർത്തിതം പരം കവീനാമാധാരം സമാപ്തം ചേതാക്രം അഭിഗീതമിദം ഗീതം സർവഗീതേഷു ഗോവിദം ആയുഷ്യം പുഷ്ടിജനനം സർവശ്രുതി മനോഹരം പ്രശസ്യമാനോ സർവത്ര കദാചിത് തത്ര ഗായകോ യഥാസുരാജമാർഗേഷു ദദർശ ഭരദാഗ്രജം സ്വവേശ്മച്ചാനീയ തതോ ഭ്രാതരോജപുശീലവോ പൂജയാമാസ പൂജാർഹോ രാമശത്രുനിബർഹണാം ആസീന കാഞ്ചനേ ദിവ്യേ സജ സിംഹാസനേ പ്രഭും ഉപോപവിഷ്ടസജീവൈർ പ്രാതിഭിശ്ച തർപരം തപം ദൃഷ്ട്വാ ദുരൂപസമ്പന്നോ താവുഭോ നിയതസ്തദാം ഉവാച ലക്ഷ്മണൻ രാമശത്രുഘ്നം ഭരതം തഥാം ശ്രൂയതാമിതമാഖ്യാനമനയോ ദേവജർശ്ചസോ വിചിത്രാധപദം സമ്യഗ് ഗായകോ സമചോദയൻ തൗ ചാപി മധുരം വ്യക്തം സഞ്ജിതായതനിസ്വനം തന്ത്രീലേവദത്യർത്ഥം വിശ്രുതാർത്ഥമഗായതം ഖാദയഃ സർവഗാത്രാണി മനാംസി ഹൃദയാനി ച ശ്രോതാശ്രയസുഖം ഗേയം തദ്ബഹൂജന സംസദി ഇമൗ മുനിപാർത്ഥിവലക്ഷണാന്വിതോ കുശീലവോ ജ മഹാതപസ്വിനോ മമാപി തദ്ഭൂതികരം പ്രചക്ഷതേ മഹാനുഭാവം ചരിതം നിബോധതാം തദസ്തുതൗ രാമവച പ്രചോദിതാ വാഗയാം മാഗവിധാനസമ്പദാം സദാഭിരാം വരിഷത്കൃതസൈനീർബഭുഷായ സക്തമനാ ബഭൂവഹാം ഇത്യാശേ ശ്രീമദ് രാമായണേ വാൽമീകിയേ ആദികാവ്യേ ചതുർവിംശതിസഹസ്രികായാം സംഹിതായാം ബാലകാണ്ഡേ ശ്രീരാമായണഗാനം നാമ ചതുർത്ഥ സർഗ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. അഥ പഞ്ചമസർഗ അയോധ്യാവർണ്ണനം. സർവാപൂർവമയം യേഷാമാസീത് കൃഷ്ണാ വസുന്ധരാ പ്രജാപതിമുപാദായ നൃപാണാം ജയശാലിനം. യേഷാം സഗരോ നാമ സാഗരോ യേന ഖാനിതാം ഷഷ്ടിപുത്രസഹസ്രാണി യം യാന്തം പര്യവാരയൻ ഇക്ഷ്വാകൂണാമിദം തേഷാം രാജ്ഞാം വംശേ മഹാത്മനാം മഹദുത്പന്നമാഖ്യാനം രാമായണമിതി ശ്രുതം തദിദം വർത്തയിഷ്യാവ സർവം നിഖിലമാദിതാം ധർമ്മകാമാർത്ഥസഹിതം ശ്രോതവ്യമനസൂയേയാം. കോസലോ നാമ മുദിതസ്ഫീതോ ജനപദോ മഹാൻ നിവിഷ്ട സരയൂതീരെ പ്രഭൂതധനധാന്യവാൻ
അയോധ്യാ നാമ നഗരീ തത്രാസി ലോകവിശ്രുത മനൂനാമാനവേന്ദ്രേണ യാ പുരീ നിർമ്മിത സ്വയം ആയതാദേ യോജനാനി മഹാപുരീം ശ്രീമതി ത്രീണി വിസ്തീർണ സുവ്യക്ത മഹാപദാം രാജമാർഗേണ മഹദാ സുവിഭക്തേന ശോഭിതാം മുക്തപുഷ്പാവകീർണേന ജലസിക്തേന നിത്യശാം താം ദുരാജാ ദശരഥോ മഹാരാഷ്ട്ര വിവർധനാം പുരീയാ വാസയാമാസ ദിവം ദേവപതിര്യതാം കവാടതോരണവതീം സുവിമുക്താന്തരാപണം സർവായന്ത്രായുധവതീമുഷിതം സർവശില്പിതീം സൂതമാഗത സംവാദാം ശ്രീമതീമതുലപ്രഭാം ഉച്ചാടാലധ്വജവതീം ശതഘ്നീശതസങ്കുലം വധൂനാടകസംഘൈശ്ച സംയുക്താം സർവദ പുരീം ഉദ്യാനാമ്രവണോവേദം മഹതിം സാലമേഖലം ദുർഗഗംഭീരപരിഘാം ദുർഗാമന്യേർദുസദ്രാസദം മാജീവാരണ സമ്പൂർണാം ഗോഭിരുഷ്ടൈഖരൈസ്തുതാം സാമന്തരാജസംഘൈശ്ച ബലികർമ്മഭിരാമൃതം നാനാദേശനിവാസൈശ്ച വണിഭിരൂപശോഭിതം പ്രാസായതൈരത്നവികൃതേ പർവ്വതൈരിവശോഭിതം കൂടാങ്കാരൈശ്ച സമ്പൂർണാമിന്ദ്രേസ്യ വാമരാവതീം ചിത്രാമഷ്ടാപദാകാരാം വരദാരീ ഗണൈർയുതാം സർവരത്നസമാകീർണാം വിമാനഗ്രഹശോഭിതം ഗൃഹാടമവിച്ഛിദ്രാ സമഭൂമോ നിവേശിതം ശാരീതണ്ടുലസമ്പൂർണാമിക്ഷുകാണ്ഡരസോദകം മൃദംഗൈശ്ചാം വീണാഭിപ്പണവൈസ്തം നാദിതാം ദശമത്യർത്ഥം പൃഥ്വീഭ്യാം താമനുത്തമാം വിമാനസിദ്ധാനാം തപസാധിഗതം ദിവീം സുനിവേശിതവേശ്മാന്താം നരോത്തമസമാവൃതാം യേന ച ബാണൈർന വിദ്യന്തി വിവിക്തമപരാവരം ശബ്ദവേദ്യം ച വിദിതം ലഘുഹസ്താ വിശാരദാം സംഹ്യവരാഘ്രവരാഹാണാം മത്താനാം നർദ്ദതാം മനീം ഹന്താരോ നിശിതേർബാണൈർബലാദ് ബാഹുബലൈരവീം താദൃശാനാം സഹസ്രൈസാം അഭിപൂർണാം മഹാരഥീം പൂരീമാവാസയാമാസ രാജാ ദശരഥസ്തുതാം താമഗ്നിഭിർഗുണവദ്ഭിരാവൃതാം ദ്വിജോത്തമൈർവേകഷഡംഗവാരകൈം സഹസ്രതൈ സത്യതരേ മഹർഷികൽപ്പൈർഷിഭിശ്ച കേവലൈം ഇത്യാശ്രേ ശ്രീമദ് രാമായണേ വാൽമീകിയെ ആദികാവ്യേ ചതുർവിംശതിസഹസ്രികായാം സംഹിതായാം ബാലകാണ്ഡേ അയോധ്യാവർണ്ണനാ നാമ പഞ്ചമ സർഗ സർവത്ര ദേവീ നാമ സങ്കീർത്തനം ജയ ജയ ശ്രീ മഹാദേവിയേ നമ. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. അഥ ഷഷ്ഠസർഗ രാജവർണ്ണനം. തസ്യാം പുരാമയോധ്യായാം വേദവിത് സർവസംഗ്രഹാം ദീർഘദർശി മഹാതേജ പൗരാജാനപ്രിയം ഇക്ഷാഗുണാമതിരതോ യജ്വാ ധർമ്മരഥോ വശീം മഹർഷികൽപോ രാജർഷിത്രിഷു ലോകേഷു വിശ്രുതാം ബലവാനിഹദാമിത്രോ മിത്രാവാൻ വിജയേന്ദ്രിയാം ധനൈശ്ച സഞ്ചയൈശ്ചാന്യേ ശത്രവൈ ശ്രവണോപമാം യഥാമനുർമഹാതേജ ലോകസ്യ പരിരക്ഷിതാം തഥാ ദശരഥോ രാജാ വസൻ ജഗദപാലയൻ തേന സത്യാഭിസന്ധേന ത്രിവർഗമനുതിഷ്ഠതാം പാലിദാസാ പുരീ ശ്രേഷ്ഠ ഇന്ദ്രേണാമവരാവതി തസ്മിൻ പുരവരേ ഹൃഷ്ട്വാ ധർമാത്മാനോ ബഹുശ്രുതാം നരാസ്തുഷ്ടാ ധനൈ സ്വൈരലബ്ധാ സത്യവാദിനാം നാൽപ്പസം നിജയസ്കസ്താദസി തസ്മിൻ പുരോത്തമേ നാൽപ്പസം നിജയ കശ്ചിൻ ആസീതസ്മിൻ പുരോത്തമേ കുടുംബീയോ ഹ്യസിദ്ധാർത്ഥോ അഗവാശ്വധനധാന്യവാൻ കാമീവാനകദര്യോ വാ നൃശംസ പുരുഷക്വരിം ദൃഷ്ടും ശക്യമയോധ്യാം നാവിദ്വന്ന ച നാസ്തികാം സർവേ നരാശ്ച നാര്യശ്ച ധർമ്മശീലാ സുസംയതാം ഉദിതാശീലവൃദ്ധ്യാപ്യം മഹർഷൈവാമലാം നാ കുണ്ടലീ നാമകുടീ നാസൃഗീ നാൽപ്പഭോഗവാൻ നാമൃഷ്ടോ നാനുലിപ്താംഗോ നാനുഗന്ധശ്ച വിദ്യതേ നാമൃഷ്ടഭോജീ നാദാദാനാപ്യഗത നിഷ്കൃതിർ നാഹസ്താഭരണോ വാ വിദൃശ്യതേ നാപ്യനാത്മവാൻ നാനാഹിതാഗ്നിർയനായജ്വാ നക്ഷുദ്രോ വാ ന തസ്കരാം കച്ചീദാസീദയോധ്യായാം നച്ചാവൃത്തോ ന സങ്കരാം സ്വകർമ്മനിരതാ നിത്യം ബ്രാഹ്മണാ വിജിതേന്ദ്രിയാം ധാനാധ്യായനശീലാശ്ച സംവേദാശ്ച പ്രതിഗ്രഹേ
നാസ്തികോ നൃതകോ ന കശ്ചിത് ബഹുശ്രുതാം നാസൂയകോ ന ചാശക്തോ ന വിദ്വാൻ വിദ്യതേ തദാം ന ഷഡംഗവിദസ്താ സ്ത്രീ ന വ്രതോ ന സഹസ്രതാം ന ദീനക്ഷിപ്തചിത്തോ വാ വ്യഥിതോ വാപി കശ്ചനാം കശ്ചിന്നരോ വാ നാരീ വാ ന ശ്രീമാന്നാപ്യരൂപവാൻ ദ്രഷ്ടും ശക്യമയോധ്യായാം നാഭിരാജന്യഭക്തിമാൻ വർഷ്ണേഗ്ര ചതുർത്ഥേഷു ദേവതാദിപൂജകാം കൃതജ്ഞാശ്ച വദന്യശ്ച ശൂരാ വിക്രമസംയുതാം ദീർഘായുഷോ നരാ സർവേ ധർമ്മം സത്യം ച സംസൃതാം സഹിതാ പുത്രപുത്രശ്ച നിത്യം ശ്രീവിപുരോത്തമേ ക്ഷതം ബ്രഹ്മമുഖം ജാസീദ്വൈശ്യാ ക്ഷതമനുവ്രതാം ശൂദ്രാസു ധർമ്മനിരതാശ്രീൻ വർണ്ണാനുപചാരിണം സാധേനാക്ഷകുനാഥേന പുരീസു പരിരക്ഷിതാം യഥാ പുരസ്തമാൻ മനുനാം മാനവേന്ദ്രേണ ധീമതാം യോധാനാമഗ്നികൽപ്പാനാം പേശലാനാമർഷിണം സമ്പൂർണാകൃതവിദ്യാനാം ഗുഹാകേസരിണാമിവാം കാംഭോജ വിഷയേ ജാതിർബ്രാഹീകൈശ്ച ഹയോത്തമൈം വാനായുജൈർനദീജൈശ്ച പൂർണാ ഹരിഹയോത്തമൈം വിന്ധ്യപർവതജൈർമത്തേ പൂർണാ ഹൈമവതീരവീം മധ്വാനൈതരദിബലൈർമാതംഗൈ പർവതോമൈം ഐരാവതകുലീനൈശ്ച മഹാപത്മകുലൈസ്തുതാം അജ്ഞനാദപി നിഷ്പിന്നൈർ വാമദാദപി ച ദ്വൈം ഭദ്രൈർമന്ത്രൈർമൃഗൈശ്ചൈവ ഭദ്രമന്ത്രൈ മൃഗൈസ്തുതാ ഭദ്രമൃഗൈർമൃഗമന്ത്രൈശ്ച സാ പുരീം നിത്യമത്തൈ സാദാ പൂർണ്ണാ നാഗരൈ ജലസന്നിഭൈം സായോജനേ ജദ്വേ ഭൂയ സത്യനാമ പ്രകാശതേ താം പുരീം സംഹാദേജ രാജാ ദശരഥോ മഹാൻ ശശാസമിതാമിത്രോ നക്ഷത്രാണീവ ചന്ദ്രമാം താം സത്യനാമാം ദൃഢതോരണാർഗലാം ഗൃഹൈർവിചിത്രൈരുപശോഭിതാം ശിവം പുരീമയോധ്യാം നൃപസിംഹസംകുലാം ശശാസ വൈ ശക്രസമോ മഹീപതി ഇത്യാശേ ശ്രീമദ് രാമായണേ വാൽമീകിയെ ആദികാവ്യേ ചതുർവിംശതിസഹസ്രികായാം സംഹിതായാം ബാലകാണ്ഡേ രാജവർണ്ണന നാമ ഷഷ്ഠസർഗ സർവത്ര ദേവീ നാമ സങ്കീർത്തനം ജയ ജയ ശ്രീ മഹാദേവേ നമ. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. സപ്തമഃ സർഗ അമാത്യവർണ്ണനം. തസ്യ മാത്യാ ഗുണൈരാക്ഷസിൻക്ഷാദേസ്തു മഹാത്മനാ മന്ത്രജ്ഞാചേങ്കിതജ്ഞാശ്ച നിത്യം പ്രീഹിതേരതാം. അഷ്ടോ ബഭൂർവീരസ്യ തസ്യ മാതാ യശസ്വിനാ ശൂരയസ്ഥാനുരക്താശ്ച രാജ്യകൃത്യേഷു നിത്യശാം. ദൃഷ്ടിർജയന്തോ വിജയസിദ്ധാർത്ഥോ ഹ്യർത്ഥസാധകാം അശോകോ മന്ത്രവാലശ്ച സുമന്ത്രശ്ചാഷ്ടമോ ഭവൻ. ഋതിചൗ ബുധാവഭിമതൗ തസ്യാതാമൃഷിസത്തമൗ വസിഷ്ഠോ വാമദേവശ്ച മന്ത്രിണശ്ച തഥാപരേം. സുയജ്ഞോപ്യത ജാബാലി കാശ്യപോപ്യത ഗൗതമാം മാർക്കണ്ഡേ ദീർഘായുസ്തഥാ കാത്യായനോ ദ്വിജാം. ഏതേ ബ്രഹ്മർഷിഭിർനിത്യം ഋതിജസ്തസ്യ പൂർവകാം വിദ്യാവിനീതാ ശ്രീമന്ത കുശലാ നിയതേന്ദ്രിയാം. പരസ്പരാനുരക്താശ്ച നീതിമന്തോ ബഹുശ്രുതാം. ശ്രീമന്തശ്ച മഹാത്മാനഃ ശസ്ത്രജ്ഞാ ദൃഢവിക്രമാം. കീർത്തിമന്ത പ്രണിഹിതാം യഥാവചനകാരിണാം. ജയക്ഷമാ യശപ്രാപ്താസ്മിതപൂർവാഭിഭാഷിണാം. ക്രോധാക്കാമാതഹോദർവാനബ്രൂയരതൃതം വജാം. തേഷാമവിദിതം കിഞ്ചിത്സേഷു നാസ്തി പുരേഷു വാം. ക്രിയമാണം കൃതം വാ വിചാരേണാവിചികീഷിതം കുശലാ വ്യവഹാരേഷു സൗഹൃദേഷു പരീക്ഷിതാം. പ്രാപ്തകാലം യഥാ ദണ്ഡം ധാരയേഷു സുതേഷ്വീം. കോശസംഗ്രഹണേ യുക്താ ബലസ്യ ച പരിഗ്രഹേ. അഹിതം ചാപി പുരുഷം ന ഹിംസുരവിദൂഷകം. അഹിതം ചാപി പുരുഷം ന ഹിംസ്യൂരവിദൂഷകം. വീരാശ്ച നീതോത്സാഹ രാജശാസ്ത്രമനുവൃതാം. ശുചീനാം രക്ഷിതാരശ്ച നിത്യം വിഷയവാസിനാം. ബ്രഹ്മക്ഷത്രമഹിംസസ്തേ കോശം സമപൂരയൻ. സുതീഷ്ണദണ്ഡാ സംപ്രേക്ഷ്യ പുരുഷസ്യ മഹാബലം. ശുചീനാമേകബുദ്ധീനാം സർവേഷാം സംപ്രജാനതാം. നാസീത് പുരേ വാ രാഷ്ട്രേ വാ മൃഷാവാദീനരസ്കജിൻ. കശ്ചിന്ന ദുഷ്ടതത്രാസി പരദാരരതോ നരാം. പ്രശാന്തം സർവമേവാസീത് രാഷ്ട്രം പുരവരം ജയൻ. സുവാസസുവേഷാശ്ച തേജഃ സർവേ ശുചിവ്രതാം. ഹിതാർത്ഥാശ്ച നരേന്ദ്രസ്യ ജാഗ്രതോ
ചക്ഷുഷാ നയചക്ഷുഷാം ഗുരോ ഗുണഗൃഹീതാശ്ച പ്രഖ്യാതാശ്ച പരാക്രമേ വിദേശശ്വപി വിജ്ഞാത സർവതോ ബുദ്ധിനിശ്ചയം അഭിതോ ഗുണവന്തശ്ച നചാസൻ ഗുണവർജിതാം സന്ധി വിഗ്രഹതത്വജ്ഞാ പ്രകൃത്യാ സമ്പദാന്വിതാം മന്ത്രസംവരണേ ശക്ത ശ്ലഷ്ണാ സൂക്ഷ്മാസു ബുദ്ധിഷു നീതിശാസ്ത്രവിശേഷജ്ഞാ സതതം പ്രിയവാദിനാം ഈദൃശൈസ്തൈരമാത്യൈശ്ച രാജാ ദശരഥോനഖം ഉപപന്നോ ഗുണോപേതരശ്വതാം ഉപപന്നോ ഗുണോപേതേർ അനശ്വാസദ്വസുന്ധരം അപേക്ഷമാണശ്ചാരേണ പ്രജാധർമ്മേണ രഞ്ജയൻ പ്രജാണം പാലനാം കുർവൻ അധർമ്മം പരിവർജയൻ വിശ്രുതസ്തു ലോകേഷു വധാന്യ സത്യസംഗരാം സതത്ര പുരുഷവ്യാഘ്രശാസ പൃഥ്വീമിമാം നാധ്യഗച്ഛദ്വിശിഷ്ടം വാ തുല്യം വാ ശത്രുമാത്മനാം മിത്രവാന്നത സാമന്ത പ്രതാവഹതകണ്ഡകാം സശാസ ജഗദ്രാജ ദിവം ദേവപരിത്യതാം തൈ മന്ത്രിഭിർമന്ത്രഹിതേ നിയുക്തൈർവൃതോനുരക്തേ കുശലൈ സമർത്ഥൈം സപാധിവോ ദീപ്തിമവാഭയുക്ത തേജോമയേ ഗോഭിരവോദിതോർഗം ഇത്യാശേ ശ്രീമദ് രാമായണേ വാൽമീകിയെ ആദികാവ്യേ ചതുർവിംശതിസഹസ്രികായാം സംഹിതായാം ബാലകാണ്ഡേ അമാത്യവർണ്ണനാ നാമ സപ്തമഃ സർഗ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഹരേ ഹര നമ പാർവതീപതയേ, ഹര ഹര മഹാദേവ, സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ജയ ജയ ശ്രീ. സ്വസ്തി പ്രജാഭ്യം പരിപാലയന്ത ന്യായേണ മാർഗേണ മഹിം മഹീഷ, ഗോബ്രാഹ്മണേഭ്യോ ശുഭമസ്തു നിത്യം, ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹര നമ പാർവതീപതയേ, ഹര ഹര മഹാദേവ, സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ജയ ജയ ശ്രീ മഹാ. ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. നമസ്തേ. കഴിഞ്ഞ ഭാഗത്തിൽ നമ്മൾ കണ്ടത് ശതശ്ലോകി രാമായണമാണ്. നാരദന്റെ ഈ ഉപദേശം കേട്ട് വാൽമീകി ശിഷ്യന്മാരോടൊത്ത് അദ്ദേഹത്തെ പൂജിച്ചു. നാരദൻ യാത്ര ചൊല്ലി വിടവാങ്ങി. അല്പം കഴിഞ്ഞപ്പോൾ വാൽമീകി തന്റെ ശിഷ്യനായ ഭരദ്വാജനോടൊന്നിച്ച് സജ്ജനങ്ങളുടെ പരിശുദ്ധ മനം പോലെ നിർമ്മിതമായ ജലമൊഴുകുന്നതും ചേറൊന്നുമില്ലാത്തതും മനോഹരമായ തമസാ നദിയുടെ തീരത്തേക്ക് എത്തി. വൽക്കലം വെച്ച് അവിടെ സ്നാനം ചെയ്യുവാനായിട്ട്. എത്ര മനോഹരമായ ഉപമയാണ്! സജ്ജനങ്ങളുടെ മനം പോലെ നിർമ്മലം, പരിശുദ്ധമായ മനം പോലെ നിർമ്മലമായ ജലം. നമ്മൾ പറയുന്നത് എന്താ? ശുദ്ധജലം പോലെ പരിശുദ്ധമായ മനസ്സ് എന്നാണ്. പക്ഷെ അന്നത്തെ കാലത്ത് വാൽമീകി എഴുതിയത് സജ്ജനങ്ങളുടെ മനം പോലെ പരിശുദ്ധമായ ജലം. ഏറ്റവും പരിശുദ്ധമായ സജ്ജനങ്ങളുടെ മനസ്സാണ് എന്നാണ് അവിടെ പറയുന്നത്. അവിടെ വെച്ച് വാൽമീകി ഒരു മരത്തിൽ കളനാദം പൊഴിച്ചുകൊണ്ടിരിക്കുന്ന ക്രൗഞ്ചമിഥുനത്തെ കണ്ടു. അദ്ദേഹം അത് നോക്കി നിൽക്കെ തന്നെ ഒരു വേടൻ ഉടനെ തന്നെ അമ്പെയ്തു അതിൽ ആൺപക്ഷിയെ കൊന്നു. ചോരയിൽ കുളിച്ച് മണ്ണിൽ വീണ് പിടയുന്ന ആ കാന്തനെ കണ്ടിട്ട് പെൺപക്ഷി വാവിട്ട് കരഞ്ഞുകൊണ്ട് അതിന്റെ സമീപത്തിരുന്നു. വേടൻ വീഴ്ത്തിയ പക്ഷിയെ കണ്ട ധർമാത്മാവായ മഹർഷിക്ക് കാരുണ്യം തോന്നി. കരയുന്ന പിടയെ കണ്ട് ഇത് അധർമ്മമാണല്ലോ എന്ന് കനുവി തോന്നിയ മുനി ഈ വിധം ഓതി: എടാ വേടാ, നീ നെടുനാൾ വാഴാതെ പോകട്ടെ. ക്രൗഞ്ചമിഥുനത്തിൽ കാമമോഹിതനായ ആണിനെ നീ കൊന്നല്ലോ എന്ന് നോക്കിക്കൊണ്ട് ഈ വിധം ചെന്ന മാമുനിക്ക് ഉള്ളിലൊരു ചിന്ത: ഈ പക്ഷിയെപ്പറ്റി ശോകം പൂണ്ട ഞാനീ പറഞ്ഞതെന്ത്? അങ്ങനെയാണല്ലോ എപ്പോഴും കാവ്യങ്ങൾ ജനിക്കുന്നത്. മാനിഷാദ പ്രതിഷ്ഠാന്തമഗമശാശ്വതീ സമാം യത് ക്രൗഞ്ചമിഥുനാത് ഏകം അവധി
കാമമോഹിതം. ഇതാണ് ആദ്യ ശ്ലോകമായിട്ട് പറയുന്ന. ഈ ശ്ലോകം മൂലമാണ് വാൽമീകിക്ക് രാമായണം രചിക്കുവാനായിട്ട് തോന്നിയത്. ഉടനെ മഹർഷി തന്റെ ശിഷ്യനായ ഭരദ്വാജനോട് പറഞ്ഞു, ഈ ശ്ലോകം മനസ്സിൽ സൂക്ഷിച്ചു വയ്ക്കുക, ശരിക്കും ഗ്രഹിച്ച് പഠിച്ചു വയ്ക്കുക, മറക്കരുത്. കുളി കഴിഞ്ഞ് വാൽമീകി ആശ്രമത്തിൽ തിരിച്ചെത്തിയെങ്കിലും അദ്ദേഹത്തിന്റെ മനസ്സിൽ നിന്ന് ഈ ചിന്ത പോകുന്നില്ല. അദ്ദേഹം അതോർത്ത് വിഷമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ബ്രഹ്മാവ് വാൽമീകിയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. ബ്രഹ്മാവ് വാൽമീകിയോട് പറഞ്ഞു, അങ്ങയുടെ മനസ്സിൽ ഈ ശ്ലോകം തോന്നിച്ചത് ഞാൻ, എൻ്റെ നിർദ്ദേശപ്രകാരം സരസ്വതീ ദേവിയാണ്. അത് ശ്ലോകമാണ്, അത് അങ്ങ് വിചാരപ്പെടേണ്ടതില്ല. എൻ്റെ സ്വന്തം സങ്കല്പം കൊണ്ടാണ് ഈ ശ്ലോകം അങ്ങയുടെ മനസ്സിൽ തിളങ്ങിയത്. അതുകൊണ്ട് ഈ ശ്ലോകം വെച്ച് അങ്ങ് രാമായണം മുഴുവൻ, രാമന്റെ കഥ മുഴുവൻ രചിക്കണം, അങ്ങയുടെ മനസ്സിൽ തെളിഞ്ഞു വരും എന്ന് പറഞ്ഞു. ആദ്യമായിട്ട് ഇവിടെ പറയുന്ന ഈ ശ്ലോകം കൊണ്ട് രാമായണം രചിക്കാനായിട്ട് ആദികവിയായ വാൽമീകിയോട് പറയുന്ന ഈ ഭാഗം, ഇതേ കൺസെപ്റ്റ് നമുക്ക് പലയിടത്തും കാണാൻ കഴിയും. ഇതേ രീതിയിൽ പുരാണ കാവ്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. ബ്രഹ്മാവിന്റെ മനസ്സിൽ ചതുശ്ലോകി ഭാഗവതം ചൊല്ലിക്കൊടുത്തുകൊണ്ട് മഹാവിഷ്ണു തോന്നിക്കുന്നു. ഈ ശ്ലോകം ആണ് ഭഗവത് കഥാസ്വരൂപം. ഇത് വെച്ചുകൊണ്ട് അങ്ങ് ഭാഗവത കഥ ഉപദേശിച്ചു കൊടുക്കണം. അദ്ദേഹം നാരദന് ഉപദേശിക്കുന്നു, നാരദൻ വേദവ്യാസന് ഉപദേശിക്കുന്നു, വേദവ്യാസൻ അത് കേട്ടത്. അതുകൊണ്ട് മഹാഭാഗവതം മുഴുവൻ രചിക്കുന്നു. 18,000 ശ്ലോകങ്ങളുള്ള മഹാഭാഗവതം ആ ചതുശ്ലോകി ഭാഗവതത്തിൽ നിന്നാണ് ഉണ്ടായത്. അതുപോലെ തന്നെ ഇവിടെ 24,000 ശ്ലോകമുള്ള രാമായണം ഈ ഒരൊറ്റ ശ്ലോകത്തിൽ നിന്നാണ് ഉണ്ടായത് എന്നാണ് പറയുന്നത്. മാനിഷാദ പ്രതിഷ്ഠാന്തമകമശാശ്വതീ സമാം യത്കൗഞ്ചമിഥുനാദേകം അവധി കാമമോഹിതം. അതുപോലെ തന്നെ ദേവി ഭാഗവതത്തിലേക്ക് പോകുമ്പോൾ കാണാം, ദേവി ചൊല്ലിക്കൊടുക്കുന്ന ഒരു ശ്ലോകമുണ്ട്, അർത്ഥശ്ലോകമുണ്ട്. സർവം ഖലിതമേവാദ്യം നാന്യതത്ര സനാതനം. ഈ ഒരു അർത്ഥശ്ലോകം വെച്ചുകൊണ്ടാണ് ഭഗവാൻ മഹാവിഷ്ണു ബ്രഹ്മാവിന് ഉപദേശിക്കുന്നതെന്ന് കാണാം. നമ്മൾ ഇനി ആധുനിക കവിത്രയങ്ങളിലേക്ക് വന്ന്, പുരാതന കവിത്രയങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ചെറുശ്ശേരി രാജാവുമായിട്ട് ചൂത് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാജാവ് തോൽക്കുമെന്ന അവസ്ഥ വന്നപ്പോൾ രാജ്ഞി ചൊല്ലിക്കൊടുക്കുന്ന ഒരു കുഞ്ഞിനെ താരാട്ട് പാടുന്ന ഒരു വരിയുണ്ട്. താളേയുണ്ട്. ഉടനെ രാജാവ് കൽപ്പിച്ചു, ഇതേ രാഗത്തിൽ, മഞ്ചരി രാഗത്തിൽ കൃഷ്ണകഥ മുഴുവൻ എഴുതുക എന്ന് ചെറുശ്ശേരിയോട് പറഞ്ഞു. ചെറുശ്ശേരി എഴുതി കൃഷ്ണഗാഥ. ഇങ്ങനെ പലയിടത്തും നമുക്ക് ഈ ഒരു കാര്യം കാണാൻ കഴിയും. അങ്ങനെ അനുഗ്രഹിച്ച് ബ്രഹ്മാവ് അവിടെ നിന്ന് പുറപ്പെട്ടു. അങ്ങയ്ക്ക് രാമായണം കഥ മുഴുവൻ മനസ്സിൽ തെളിഞ്ഞു വരും. വാൽമീകി മഹർഷിയുടെ മനസ്സിലുണ്ടാകുന്ന ചിന്തകളാണ് ഇനി അടുത്ത 3-ാം സർഗത്തിലേക്ക് കടക്കുമ്പോൾ നമ്മൾ കാണുന്നത്. കിഴക്കോട്ടഗ്രമായി വിരിച്ച് ദർഭയിൽ നിലത്തിരുന്നു കൊണ്ട് വാൽമീകി മഹർഷി ചിന്ത ചെയ്തു. രാമചരിതം മുഴുവൻ, ദശരഥന്റെ കഥ മുതൽ രാമലക്ഷ്മണന്മാരോടും സീതയോടും ഭാര്യമാരോടും കൂടിയ രാജാവ് അനുഭവിച്ച കഥകളും, സീതയോടും ലക്ഷ്മണനും കൂടി വനത്തിൽ പോയതും, അങ്ങനെ
എല്ലാ കാര്യങ്ങളും യോഗബലത്താൽ കരതലാമലകം പോലെ കാണുകയുണ്ടായി. എന്താണ് ഈ കരതലാമലകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾക്ക് കയ്യിൽ പിടിക്കാൻ ഏറ്റവും ഉത്തമമായ ഫലം, നമ്മൾ ഓറഞ്ച്, ആപ്പിള്, മാമ്പഴം എന്ത് പിടിച്ചു കഴിഞ്ഞാലും കയ്യിൽ പൂർണ്ണമായിട്ട് പിടിക്കാൻ കഴിയുകയില്ല. പൂർണ്ണമായി മൂട്ടിപ്പിടിക്കാൻ കഴിയുന്ന ഏക ഫലം എന്ന് പറഞ്ഞാൽ നെല്ലിക്കയാണ്. അമലകം നെല്ലിക്കയാണ്. കയ്യിൽ നെല്ലിക്ക വെച്ച് കൈ അടച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായും നെല്ലിക്ക കൈക്കുള്ളിലാകും, ഒട്ടും കാണാത്ത രീതിയിൽ പൂർണ്ണമായും ഗ്രഹിക്കാൻ കഴിയുന്നു എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കരതലാമലകം. വാൽമീകി രാമായണം മുഴുവൻ ധ്യാനിച്ച് വാൽമീകിയുടെ മനസ്സിൽ പൂർണ്ണമായും തെളിഞ്ഞു വന്നു എന്നാണ് 3-ാമത്തെ ശ്ലോകത്തിലെ ആ കരതലാമലകം എന്ന പ്രയോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വളരെ മനോഹരമായ പ്രയോഗമാണത്. രാമന്റെ ജനനം, വീര്യം, ജനാനുകൂല്യം, സൗമ്യത്വം, സത്യശീലം, വിശ്വാമിത്രനെ അനുകരിച്ച യാത്ര തുടങ്ങി അഭിഷേകവിഘ്നം, വനയാത്ര, അവിടെ വെച്ചുള്ള യുദ്ധങ്ങള്, അതിനുശേഷം സമുദ്രലംഘനം, സേതുബന്ധനം, വിഭീഷണ സംസർഗം, അതിനു മുമ്പുള്ള സുഗ്രീവാഭിഷേകവും ബാലീവധവും ഹനുമത് ചിന്തയുമെല്ലാം ഉണ്ട്, ഹനുമത് സമാഗമവും എല്ലാം ഉണ്ട്. അത് കഴിഞ്ഞിട്ട് കുംഭകർണ, മേഘനാഥ, രാവണവധം, സീതാപ്രാപ്തി, വിഭീഷണാഭിഷേകം, തിരിച്ച് വന്ന് രാജ്യഭാരം സ്വീകരിക്കുന്നതും തുടങ്ങിയ എല്ലാ കാര്യങ്ങളും വാൽമീകി ഇരുന്ന് വളരെ വ്യക്തമായി എഴുതിയുണ്ടാക്കി. വാൽമീകി രാമായണം എഴുതിയുണ്ടാക്കി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വളരെ കൃത്യമായിട്ട് വാൽമീകി രചിച്ചു എന്ന് പറയുന്നുണ്ട്. ഇനി 4-ാം സർഗത്തിലേക്ക് കടക്കുമ്പോൾ അവിടെ ഈ താൻ രചിച്ചതായ ഈ രാമായണം ലോകം മുഴുവൻ പ്രചരിപ്പിക്കും, ലോകം മുഴുവൻ പ്രചരിപ്പിക്കണം എന്നാണല്ലോ പറഞ്ഞത്. അപ്പൊ ഇതാര് പ്രചരിപ്പിക്കും എന്ന് ചിന്തിക്കുന്ന ഗുരുവിന്റെ മുമ്പിലേക്ക് ശിഷ്യന്മാരായ ലവകുശന്മാർ വന്ന് നമസ്കരിക്കുന്നു. ശ്രീരാമപുത്രന്മാരായ ലവകുശന്മാർ വന്ന് നമസ്കരിച്ചു. അവരെ രാമായണം മുഴുവൻ വാൽമീകി പഠിപ്പിച്ചു. അവര് കാവ്യം മുഴുവൻ ഹൃദിസ്ഥമാക്കിയ ശേഷം ഋഷികളുടെയും ദ്വിജന്മാരുടെയും സജ്ജനങ്ങളുടെയും സമാജങ്ങളിൽ പാടി നടന്നു. ഒരു നാൾ രാജപാതയിലെ തെരുവീതിയിൽ രാമൻ അവരെ കാണാനിടയായി. രാമൻ അവരെ തന്റെ അരമനയിൽ കൊണ്ടുപോയി സത്കരിച്ചു. സിംഹാസനത്തിലിരുന്നുകൊണ്ട് രാമൻ അനുജന്മാരോട് പറഞ്ഞു, ദേവതുല്യരായ ഇവരുടെ വിചിത്രാർത്ഥപരമായ ആഖ്യാനം കേൾക്കുവിൻ. എന്നിട്ട് അവരോട് രാമായണം ഗാനം ചെയ്യുവാൻ ആവശ്യപ്പെട്ടു. ശ്രോതാക്കളുടെ എല്ലാം കണ്ണും കരളും കവരുമാർ അവർ ഗാനം ചെയ്തു. രാജലക്ഷണയുക്തവും മഹാതപസ്സുകളുമായി കുശീലവന്മാർ കീർത്തിക്കുന്ന എന്റെ ഉദാരചരിതം കേൾക്കുവിൻ. രാമാജ്ഞനുസരിച്ച് അവർ പാടി. രാമൻ സദസ്യരോടൊത്തിച്ച് സശ്രദ്ധം ശ്രവിച്ചു. അങ്ങനെ എത്ര മനോഹരമായ രീതിയിലാണ് 4-ാം സർഗം സമാപിക്കുന്നതെന്ന് നോക്ക്. തന്റെ മക്കളാണെന്ന് അറിയാതെ കുശലവന്മാര് രാമായണം പാടുന്നു, എന്റെ കഥ പാടുന്നു എന്ന രീതിയിൽ രാമൻ തന്റെ അശ്വമേധ യജ്ഞം നടക്കുന്ന യാഗശാലയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു. അവിടെ നിന്ന് അവരോട് പാടാൻ പറയുന്നു. അവരുടെ പിതാവാണെന്നറിയാതെ അവർ രാമന്റെ മുമ്പിൽ നിന്ന് അച്ഛനും മക്കളും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ടിരുന്നുകൊണ്ട് പാടുന്നു. അങ്ങനെയാണ് 4-ാം സർഗം സമാപിക്കുന്നത്. 5-ാം സർഗത്തിൽ വരുമ്പോൾ അയോധ്യ വർണ്ണനയാണ്. ഒരു രാജ്യം ഭരിക്കേണ്ടത് എങ്ങനെയാണ് ഒരു രാജ്യത്തെ മനോഹരമായി സംരക്ഷിക്കേണ്ടത് എന്ന് ആ രാജ്യത്തിന്റെ വർണ്ണന, അയോധ്യയുടെ വർണ്ണന കേട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. പണ്ട് പ്രജാപതിമാർ മൂലം ഈ ലോകമെല്ലാം കീഴടക്കുവാണ് യശസ്വികളായ രാജാക്കന്മാരുടെ പരമ്പരയിൽ സഗരൻ എന്നൊരു രാജാവ് ഉണ്ടായിരുന്നു. തന്റെ 60,000 പുത്രന്മാർ സാഗരം നിർമ്മിച്ച് സഗരൻ പ്രസിദ്ധനായി തീർന്നു. അദ്ദേഹത്തിന്റെ മഹിമാവിശേഷം കൊണ്ട് കീർത്തിയാർജിച്ച ഇക്ഷ്വാകു വംശത്തിന്റെ ചരിത്രമാണ് ഈ രാമായണം. സരയൂതീരത്തിൽ ധനധാന്യ സമൃദ്ധമായി കോസലം എന്ന് പുകഴാർന്ന ഒരു ജനപദം. അവിടെ മാനവേന്ദ്രനായ മനുവിനാൽ അയോധ്യ എന്ന നഗരി നിർമ്മിക്കപ്പെട്ടു. ആ നഗരത്തിന് 10 യോജന നീളവും 2 യോജന വീതിയും അതിൽ 3 വിസ്തൃത വീഥികളുമുണ്ട്. നല്ല
ഹൈവേകൾ 3 ഉണ്ട് എന്നും അവിടെ വെള്ളം ഒഴിച്ചു കഴുകി പൂക്കൾ വിരിക്കാറുണ്ട്. സ്വർഗത്തിൽ ഇന്ദ്രൻ എന്ന പോലെ ആ നഗരത്തിൽ ദശരഥ മഹാരാജാവ് വാണുപോകുന്നു. കമാനങ്ങൾ, അങ്ങാടികൾ അടങ്ങിയ അയോധ്യയിൽ എല്ലാത്തരം ശില്പികളും വസിച്ചിരുന്നു. സർവയന്ത്രങ്ങളും ആയുധങ്ങളും സ്ഥാപിക്കപ്പെട്ടിരുന്നു. സൂതമാഗധന്മാരും പാർത്തിരുന്നു. ശതഘ്നീശതസങ്കുലം, അതായത് രാജ്യത്തെ കാത്തുരക്ഷിക്കാനായിട്ട് 100 പേരെ ഒരേ സമയം വധിക്കാൻ കഴിയുന്ന തോക്കുകൾ, പീരങ്കികൾ, ഇന്നത്തെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഉണ്ടായിരുന്നു ആ പുരി. ഉദ്യാനം കൊണ്ട് അലങ്കൃതമായിരുന്നു. ശത്രുക്കൾക്ക് കയറാൻ കഴിയില്ലായിരുന്നു. എല്ലാ രീതിയിലും തിളങ്ങിയ രാജ്യം, സർവരത്ന സമ്പന്നമായ ആ പുരി ഇന്ദ്രന്റെ അമരാവതി പോലെ തിളങ്ങി. അരി, നെല്ല്, കരിമ്പിൻ നീര്, കുടനീർ എന്നിവ എപ്പോഴും അവിടെ സുലഭമായിരുന്നു. അങ്ങനെ മനോഹരങ്ങളായ ഗൃഹങ്ങളിൽ ജനങ്ങൾ വസിച്ചിരുന്നു. ധനുർവിദ്യാ വിശാരദർ മൃഗങ്ങളെ വേട്ടയാടിയിരുന്നു, വന്യമൃഗങ്ങളെ വേട്ടയാടിയിരുന്നു. നിരവധി മഹാരഥന്മാർ അവിടെ ഉണ്ടായിരുന്നു. ദ്വിജന്മാരെല്ലാവരും വേദശാസ്ത്ര പാരംഗതരും കർമ്മനിഷ്ഠരുമായിരുന്നു. സത്യനിഷ്ഠന്മാർ, ദാനശീലർ, മഹർഷികൾ, ഋഷികൾ എന്നിങ്ങനെയുള്ള സജ്ജനങ്ങൾ അവിടെ ഒരുപാട് വസിച്ചിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അയോധ്യയെക്കുറിച്ച് വർണ്ണിച്ചിട്ട് 6-ാം സർഗത്തിൽ അവിടുത്തെ രാജാവിനെ കുറിച്ചാണ് വർണ്ണിക്കുന്നത്. ദശരഥ മഹാരാജാവ് മഹാനായ മനു പ്രജാപതിയെ പോലെ രാജ്യം പാലിച്ചു. ആ പട്ടണത്തിലെ ജനങ്ങൾ ധർമാത്മാക്കളായിരുന്നു, സന്തുഷ്ടരായിരുന്നു, സത്യവാദികളായിരുന്നു. ദരിദ്രരില്ലായിരുന്നു. ധനധാന്യ സമൃദ്ധർ, നാനാഭരണ വിഭൂഷിതരായിരുന്നു. ദീനനോ ചോരനോ ഒന്നുമില്ല, നാസ്തികനില്ല, അസത്യവാദിയില്ല, ആദിവ്യാദികളില്ല, വിരൂപരായ നരനാദികളില്ല. എല്ലാവരും സുന്ദരന്മാരും സുന്ദരികളുമായിരുന്നു. ദീർഘായുഷ് ലഭിച്ച ജനങ്ങളായിരുന്നു അവിടെ. അയോധ്യാപുരി ദശരഥൻ ദേവരാജാവായ ഇന്ദ്രന് സദൃശം ഭരിച്ചു പോന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് 6-ാം സർഗവും സമാപിക്കുന്നത്. ഇനി അവിടുത്തെ ഭരണത്തിനായി എങ്ങനെയൊക്കെ പാർലമെന്റ് എങ്ങനെയായിരുന്നു എന്നതാണ് 7-ാം സർഗത്തിലെ അമാത്യവർണ്ണനത്തിലൂടെ വിവരിക്കുന്നത്. ഒരു പാർലമെന്റ് എങ്ങനെയായിരിക്കണം, ഭരണ സംവിധാനം എങ്ങനെയായിരിക്കണം. മന്ത്രജ്ഞരും ഇംഗിതജ്ഞരും പ്രിയഹിതേതരുമായ 8 അമാത്യന്മാർ, അതായത് എല്ലാം അറിയുന്നവരായിരിക്കണം, എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയണം, എനിക്ക് പ്രിയരായിട്ടുള്ളവരെ സഹായിക്കണം എന്ന ചിന്ത ഇല്ലാത്ത പ്രിയഹിത ഇതേതരർ, അങ്ങനെ പ്രിയർക്ക് മാത്രം ഹിതം ചെയ്യണം എന്ന ചിന്ത ഇല്ലാത്തവരായിരുന്നു. അങ്ങനെയുള്ളവരായിരുന്നു അദ്ദേഹത്തിന്റെ രാജ്യത്തുണ്ടായിരുന്നത്. മന്ത്രിമാരൻ ധൃഷ്ടി, ജയന്തൻ, വിജയൻ, സുരാഷ്ട്രൻ, രാഷ്ട്രവർദ്ധനൻ, അകോപൻ, ധർമ്മപാലൻ, പിന്നെ സുമന്ത്രൻ. വസിഷ്ഠൻ, വാമദേവൻ എന്നീ 2 ഋഷിസത്തം വന്ന മുഖ്യ പുരോഹിതർ. രാജാവിന് ഉപദേശങ്ങൾ കൊടുക്കാനായിട്ട് 2 അഡ്വൈസേഴ്സ്, വസിഷ്ഠനും വാമദേവനും. പിന്നെ മുഖ്യപുരോഹിതന്മാരായിട്ട് വസിഷ്ഠനും വാമദേവനും, പിന്നെ വേറെ മന്ത്രിമാരും ഉണ്ടായിരുന്നു. സുയജ്ഞൻ, ജാബാലി, കാശ്യപൻ, ഗൗതമൻ, മാർക്കണ്ഡേയൻ, കാത്യായനൻ എന്നിങ്ങനെ. ഏവരും വിദ്യ കൊണ്ട് വിശാരദന്മാരും വിനീതരുമായിരുന്നു. ശാസ്ത്രജ്ഞരുമായിരുന്നു, ക്ഷമായുതരായിരുന്നു. കാമം കൊണ്ടോ ക്രോധം കൊണ്ടോ അർത്ഥത്തിനു വേണ്ടി ഒരു കാലവും അനൃതം പറയാത്തവരായിരുന്നു അവർ. തെറ്റു ചെയ്യാത്ത ശത്രുവിനെയും ദണ്ഡിക്കാത്തവർ, തെറ്റു ചെയ്താൽ പുത്രന്മാരെയും ശിക്ഷിക്കുന്നവർ, നിത്യോത്സാഹികൾ, രാജനീതി പരിപാലിക്കുന്നവർ, ബ്രാഹ്മണരെയും ക്ഷത്രിയരെയും പീഡിപ്പിക്കാതെ ധനസഞ്ചയം ചെയ്തു പോന്നു. ദണ്ഡാർഹരെ ദണ്ഡിക്കുന്നതിൽ ഉപേക്ഷ കാണിച്ചിരുന്നില്ല. പുരത്തിലും രാഷ്ട്രത്തിലും ശാന്തി കളിയാടിയിരുന്നു. ശുദ്ധചരിതരും ന്യായക്ഷസുകളുമായ അവർ രാജഹിതം അനുസരിച്ചു പോന്നു. വിദേശങ്ങളിൽ പോലും അവർ പ്രഖ്യാതരായിരുന്നു. ഇമാതിരി സദ്ഗുണ സമ്പന്നമായ അമർത്യന്മാരോടുകൂടി ദശരഥൻ രാജ്യപാലനം ചെയ്തു പോന്നു. ഒപ്പം രാജ്യരക്ഷയ്ക്ക് വേണ്ടിയിട്ട് അനേകം ചാരചക്ഷുഷുകളെ നിയോഗിച്ച് എല്ലാം ഗ്രഹിച്ചിരുന്നു.
ചാരന്മാരെ നിയോഗിച്ചു. രാജ്യത്തിനകത്തും പുറത്തും തനിക്ക് തുല്യനോ അതുല്യനായ ഒരു ശത്രുവും ഉണ്ടായിരുന്നില്ല. പ്രതാപത്താൽ ശത്രുക്കളെയെല്ലാം കീഴടക്കി സാമന്തർ കീഴ്വഴങ്ങി. ദേവലോകത്ത് ഇന്ദ്രൻ എന്ന പോലെ ദശരഥൻ ഊഴികാത്തു. മന്ത്രിജ്ഞരും പ്രിയജ്ഞരും കുശലരുമായ മന്ത്രിമാരാൽ പരിവ്രതനായ ദശരഥൻ തിളങ്ങുന്ന കരങ്ങളോടുകൂടിയ സൂര്യനെ പോലെ ദീപ്തിമാനായി വിളങ്ങി. അങ്ങനെ ഈ 3 അധ്യായങ്ങളും 5, 6, 7 അധ്യായങ്ങളും ദശരഥന്റെ മഹാത്മ്യം, രാജ്യത്തിന്റെ മഹാത്മ്യം, രാജ്യത്തിന്റെ വികസനം, അതുപോലെ അതിന്റെ ഭരണസൗകര്യത്തിനായി ദശരഥൻ നിയമിച്ച മന്ത്രിമാരുടെയും ഉപദേശികളുടെയും ഗുണഗണങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് 7ാം സർഗം സമാപിക്കുന്നത്. ഇനി അടുത്ത സർഗത്തിൽ ദശരഥനുള്ള ഒരേ ഒരു ദുഃഖം, അതായത് തനിക്ക് ഇത്രയുമൊക്കെ നല്ല രീതിയിൽ ഭരിച്ചിട്ടും തനിക്ക് ഒരു പുത്രനില്ല എന്ന ദുഃഖം, അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യണം എന്ന് തുടങ്ങി വിഭാണ്ഡകമുനിയുടെ മകനായ ഋഷ്യശൃംഗനെ വരുത്തുന്നതുമായ തുടർഭാഗങ്ങൾ പിന്നീട് നമുക്ക് വായിക്കാം, അർത്ഥം പറയാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ജയ ജയ ശ്രീ മഹാദേവിയേ നമഃ. ഹര നമഃ പാർവതീപതയേ. ഹര ഹര മഹാദേവ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. നമസ്തേ. കഴിഞ്ഞ ഭാഗത്തിൽ നമ്മൾ കണ്ടത് ശതശ്ലോകി രാമായണമാണ്. നാരദന്റെ ഈ ഉപദേശം കേട്ട് വാൽമീകി ശിഷ്യന്മാരോടൊത്ത് അദ്ദേഹത്തെ പൂജിച്ചു. നാരദൻ യാത്ര ചൊല്ലി വിടവാങ്ങി. അല്പം കഴിഞ്ഞപ്പോൾ വാൽമീകി തന്റെ ശിഷ്യനായ ഭരദ്വാജനോടൊന്നിച്ച് സജ്ജനങ്ങളുടെ പരിശുദ്ധ മനം പോലെ നിർമ്മിതമായ ജലമൊഴുകുന്നതും ചേറൊന്നുമില്ലാത്തതും മനോഹരമായ തമസാ നദിയുടെ തീരത്തേക്ക് എത്തി. വൽക്കലം വെച്ച് അവിടെ സ്നാനം ചെയ്യുവാനായിട്ട്. എത്ര മനോഹരമായ ഉപമയാണ്